അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ അതിൻ്റെ ഏറ്റവും ഒടുവിലെ ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. റമളാൻ മാസത്തിലെ ഏറ്റവും അവസാനത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാൽ പൊതുവെ വിശ്വാസികൾ റമളാൻ മുഴുക്കയും നോമ്പനുഷ്ഠിച്ച് ധാരാളം സൽക്രമങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടി അവസാനം ഈ രാത്രി എത്തുമ്പോൾ അങ്ങാടികളിലൂടെ പർച്ചേസ് എന്ന പേരിൽ കറങ്ങി നടക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയാറുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതാണോ ആ രാത്രി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുൻകാല പ്രവാചകന്മാർക്കൊന്നും അള്ളാഹു നൽകാത്ത 5 പ്രത്യേകതകൾ എൻ്റെ ഉമ്മത്തിന് റമളാൻ മാസത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അവസാനമായി പറഞ്ഞ കാര്യം, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ ഗുഫിറ ലഹും ജമീഅൻ. റമളാൻ മാസത്തിലെ ഏറ്റവും അവസാനത്തെ രാത്രി എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇത് കേട്ട ഉടനെ സ്വഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, നബിയെ, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണോ? അവിടെ നിന്ന് പ്രതികരിച്ചു, അല്ല, അത് ലൈലത്തുൽ ഖദർ ആയതിന്റെ പേരിലല്ല, മറിച്ച് അലം തറ ഇലൽ ഉമ്മാലി അഅമലൂൻ, ജോലിക്കാർ ജോലിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വഇദാ ഫറഗൂ മിൻ അഅമാലിഹിം, അവർ അവരുടെ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വഫൂ ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ റമളാൻ മാസത്തിൽ തൻ്റെ അടിമകൾ ചെയ്ത സൽക്രമങ്ങളെ പരിഗണിച്ച്, ആ മാസത്തിനോടുള്ള ആദരവുകളെ പരിഗണിച്ച്, അവരുടെ ത്യാഗങ്ങൾ കണ്ടറിഞ്ഞ സൃഷ്ടാവായ അള്ളാഹു അവരുടെ അമലുകൾക്ക് പരിപൂർണമായി പ്രതിഫലം നൽകുന്ന രാത്രിയാണത്. കൂടാതെ ആ മാസത്തിൽ തൻ്റെ അടിമകൾ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങൾക്കനുസൃതമായി അല്ലാഹു തആല പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന രാത്രിയാണത്. റമളാനിലെ ഏറ്റവും വലിയ പ്രത്യേകത പാപമോചനം എന്നത് തന്നെയാണ്. ഈ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ റമളാൻ മാസം കഴിഞ്ഞു പോകുന്ന ആളുകൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നതാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം പർച്ചേസിന്റെ രാത്രിയല്ല, അത് പ്രാർത്ഥനയുടെ രാത്രിയാണ്. ചെയ്ത സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള, ചെയ്ത ദോഷങ്ങളൊക്കെയും ഒന്നുപോലും ബാക്കിയാക്കാതെ പടച്ചവനെ നീ മാപ്പാക്കി തരണേ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ആ രാത്രി നാം പരിഗണിക്കണം. അത് നഷ്ടപ്പെടുത്തരുത്. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണത് എന്ന് മറക്കാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.